എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് നമ്മുടെ വീടിൻ്റെ സ്ട്രക്ചർ വർക്കിനെ കുറിച്ചാണ്. ആ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്തത് ബ്രിക്ക് വർക്ക്, അതേപോലെ സ്റ്റെയറിൻ്റെ വർക്ക്, ലിൻഡൽ വർക്ക് ഒക്കെയാണ് ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ വീഡിയോയിൽ അതിൻ്റെ കണ്ടിന്യൂഷനാണ്, അതായത് ലിൻഡൽ മുതൽ നമ്മുടെ മെയിൻ കോൺക്രീറ്റ് വരെയുള്ള വർക്കിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് അടിക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താം. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സെപ്റ്റംബർ 9 ആയിരുന്നു നമ്മുടെ ലിൻഡൽ കോൺക്രീറ്റ്. അതൊരു സാറ്റർഡേ ആയിരുന്നു. 10 സൺഡേ ഒരു വർക്കും എടുത്തില്ല. ദെൻ 11 നമ്മൾ സൈഡിലെ സപ്പോർട്ടൊക്കെ റിമൂവ് ചെയ്തു. 12 നമ്മുടെ ബ്രിക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. അതായത് ലിൻഡലിൻ്റെ മുകളിലോട്ടുള്ള ബ്രിക്ക് വർക്ക് 12 സ്റ്റാർട്ട് ചെയ്തത്. ഇവിടെ ഒരു കാര്യമുള്ളത്, നമ്മുടെ സിറ്റ് ഔട്ടിൻ്റെ പാർട്ട് അതിൻ്റെ റൂഫ് കോൺക്രീറ്റ് ചെയ്തിട്ടില്ല. അത് കുറച്ച് താഴ്ത്തിയിട്ടാണ് ചെയ്യുന്നത്. ലിൻഡൽ ഹൈറ്റിൽ നിന്ന് ഒരു ബ്രിക്ക് അല്ലെങ്കിൽ ഒരു കട്ട ഉയർത്തി ആ ഒരു ഹൈറ്റിലാണ് നമ്മൾ സിറ്റ് ഔട്ടിൻ്റെ പാർട്ട് കോൺക്രീറ്റ് ചെയ്യുന്നത്. ബാക്കി സൈഡിലൊക്കെ 4 കല്ല് ഉയരത്തിൽ, അതായത് ഏകദേശം 3 മീറ്റർ 30 സെൻറ്റിമീറ്ററോളം ഹൈറ്റിലാണ് നമ്മുടെ റൂഫ് കോൺക്രീറ്റ് വരുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. സാധാരണ ഇതിൽ ലിൻഡലിൻ്റെ മുകളിലോട്ട് 3 കട്ട പടവ് ചെയ്തിട്ട് റൂഫ് ചെയ്യാം. ചില ആൾക്കാർ 4 കട്ടയും അല്ലെങ്കിൽ 5 കട്ടയൊക്കെ പടവ് ചെയ്തതിന് ശേഷം റൂഫ് കോൺക്രീറ്റ് ചെയ്യാറുണ്ട്. നമ്മളിവിടെ 4 കല്ലാണ് ലിൻഡലിൻ്റെ മുകളിലോട്ട് പടവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 12 മെയിനായിട്ട് നമ്മൾ ലിൻഡലിൻ്റെ മുകളിലോട്ട് കുറച്ച് ബ്രിക്ക് വർക്കാണ് ചെയ്തത്. കൂടാതെ സിറ്റ് ഔട്ടിൻ്റെ സൈഡിൽ ഒരു റിങ് ഇൻസ്റ്റാൾ ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ ലിൻഡൽ ഇപ്പോഴും സപ്പോർട്ടിലാണ്, അതായത് താഴത്തെ സപ്പോർട്ട് റിമൂവ് ചെയ്യാനായിട്ടില്ല. കൂടാതെ ഇന്ന് മഴ കുറച്ച് കുറവുണ്ട്. നമുക്ക് ബ്രിക്കിൻ്റെ വർക്ക് അല്ലെങ്കിൽ സ്ട്രക്ചർ വർക്ക് ചെയ്യുന്ന ആരുമില്ല. ആകെ ഉള്ളത് ഒരു ലേബർ നമ്മുടെ മെറ്റൽ റോഡ് സൈഡിൽ നിന്ന് മുകളിലോട്ട് കയറ്റി വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് സിറ്റ് ഔട്ടിൻ്റെ കോൺക്രീറ്റിന് വേണ്ടി യൂസ് ചെയ്യാനുള്ളതാണ്. അല്പം കഴിഞ്ഞപ്പോൾ അതിശക്തമായ മഴ തുടങ്ങി. മഴ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നനയ്ക്കേണ്ട ആവശ്യമില്ല. ലിൻഡലൊക്കെ നല്ല പോലെ നനഞ്ഞിട്ടുണ്ട്. മഴ ഉള്ളതുകൊണ്ട് തന്നെ അതൊരു അഡ്വാൻറ്റേജാണ്. കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് മഴ പെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ബാക്കിയുള്ള സമയത്ത് മഴ പെയ്യുന്നത് നമുക്ക് ബെനിഫിറ്റാണ്. നമുക്ക് ഒരുപാട് സമയം നനയ്ക്കുന്നത് ഒഴിവായി കിട്ടും. അടുത്ത ദിവസം രാവിലെ മഴ കുറച്ച് കുറവുണ്ട്. ഇന്ന് നമ്മുടെ ബ്രിക്ക് വർക്കിന് വേണ്ടി 3 ലേബേഴ്സാണ് വന്നിട്ടുള്ളത്. ഇവരൊക്കെ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ലേബേഴ്സ് തന്നെയാണ്. കൂടാതെ നമുക്ക് വ്യക്തിപരമായിട്ട് അറിയുന്ന ആളുകൾ കൂടിയാണ്. ഇപ്പോൾ മെയിനായിട്ട് നമ്മുടെ ലിൻഡലിൻ്റെ മുകളിലോട്ടുള്ള സ്ട്രക്ചർ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ സിറ്റ് ഔട്ടിൻ്റെ സൈഡിൽ സ്ട്രക്ചർ വർക്ക് കംപ്ലീറ്റ് ആക്കി. ഇനി അവിടെ കോൺക്രീറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. ആ ഒരു ഹൈറ്റിലാണ് നമ്മൾ കോൺക്രീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ബാക്കി സൈഡിൽ നമ്മൾ ബ്രിക്ക് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ ഇതേ ദിവസം തന്നെ നമുക്ക് കുറച്ച് ബ്രിക്ക്, അതായത് നമ്മുടെ വെട്ടുകല്ലും നമ്മുടെ സൈറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇറക്കാനുള്ള ആളുകളും നമ്മുടെ സൈറ്റിലെത്തിയിട്ടുണ്ട്. ഈ കല്ല് വരുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരുട്ടി എന്ന സ്ഥലത്തു നിന്നാണ്. ഇവിടെയുള്ള ലേബേഴ്സാണിത് സാധാരണ ഇതിൽ ഇറക്കുക. മഴ ഉള്ളതുകൊണ്ട് തന്നെ വണ്ടി മുകളിലോട്ട് കയറുമോ എന്നൊരു പേടി ഉണ്ടായിരുന്നു. എന്നാലും വണ്ടി മുകളിലോട്ട് കയറിയിട്ടുണ്ട്. ലിൻഡലിൻ്റെ താഴെ നമ്മൾ ഏകദേശം ഒരു ദിവസം 200 കല്ല് അല്ലെങ്കിൽ 220 കല്ലൊക്കെ ഒരു ദിവസം കെട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ലിൻഡലിൻ്റെ മുകളിലോട്ട് വരുമ്പോൾ നമുക്ക് അത്രയും കല്ല് ഒരൊറ്റ ദിവസം കൊണ്ട് പടവ് ചെയ്യാൻ സാധിക്കില്ല.
എന്നാലും ഒരു ആവറേജ് 170 അല്ലെങ്കിൽ ഒരു 180 കല്ലോളം ലിൻഡലിൻ്റെ മുകളിലോട്ട് നമ്മൾ ഓരോ ദിവസം കെട്ടിയിട്ടുണ്ട്. അടുത്ത ദിവസം നമ്മുടെ ബ്രിക്ക് വർക്കിൻ്റെ ലേബേഴ്സ് മാത്രമേ വന്നിട്ടുള്ളൂ. അവർ അടുക്കള സൈഡ് പടവ് ചെയ്യാണ്. ലിൻഡലിൻ്റെ മുകളിലോട്ട് അടുക്കള സൈഡിൽ പടവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് മഴ രാവിലെ കുറച്ച് മഴ കുറവുണ്ട്, എങ്കിലും കൃത്യമായ ഇടവേളയിൽ മഴ പെയ്തുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ പ്ലാസ്റ്റിക് യൂസ് ചെയ്ത് മറച്ചു കൊടുക്കുകയാണ് ചെയ്തത്. നമ്മുടെ കെട്ടിന് ഏതൊക്കെ ഭാഗമാണ് കെട്ടുന്നത് ആ ഭാഗം അപ്പം തന്നെ പ്ലാസ്റ്റിക് ഇട്ട് മറച്ചുകൊണ്ട് കെട്ട് തുടർന്നുകൊണ്ടേയിരുന്നു. ഈ കാണുന്ന ഗ്യാപ്പ് നമ്മൾ എയർ ഹോൾസിന് വേണ്ടി ഒഴിവാക്കി വിട്ടാണ്. പിന്നീട് ഇവിടെ തേക്കുന്ന സമയത്ത് നമ്മൾ എയർ ഹോൾസ് ഹൈറ്റ് കുറച്ച് എയർ ഹോൾസ് സെറ്റ് ചെയ്യുകയാണ് ചെയ്യുക. ഇന്ന് നമ്മുടെ സൈറ്റിൽ ബ്രിക്ക് വർക്കേഴ്സ് ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ സെൻറ്ററിങ്ങിൻ്റെ പണിക്കാർ, അതായത് കോൺക്രീറ്റിൻ്റെ വർക്കേഴ്സും ഉണ്ട്. അവർ മെയിനായിട്ട് സിറ്റ് ഔട്ടിൻ്റെ സൈഡിലുള്ള കോൺക്രീറ്റ്, സിറ്റ് ഔട്ടിൻ്റെ റൂഫ് കോൺക്രീറ്റിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ അവിടെ സപ്പോർട്ട് വേണം, അതേപോലെ അതിന് വേണ്ട കമ്പി സെറ്റ് ചെയ്യണം. അങ്ങനത്തെ കാര്യങ്ങളാണ് സെൻറ്ററിങ്ങിൻ്റെ പണിക്കാർ അല്ലെങ്കിൽ കോൺക്രീറ്റിൻ്റെ വർക്കേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടാതെ ബ്രിക്ക് വർക്കേഴ്സ് ബാക്കി സൈഡിലെ ബ്രിക്ക് റൂഫ് കോൺക്രീറ്റ് വരെ ആക്കാനുള്ള ശ്രമത്തിലാണ്. കൂടാതെ ഇന്ന് മഴ അത്യാവശ്യം കുറവാണ്, അതുകൊണ്ട് തന്നെ വർക്ക് സ്മൂത്തായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം കാണാൻ പറ്റും നമ്മുടെ 50% വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം 50% നമ്മുടെ മുകളിലോട്ടുള്ള പടവ് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി ഈ അകത്തുള്ള പടവ് മാത്രമേ ബാക്കിയുള്ളൂ. ഈ ഇടയ്ക്കൊക്കെ മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ പ്ലാസ്റ്റിക് ഇട്ട് മൂടുകയാണ്. കെട്ടുന്ന സൈഡ് അപ്പം തന്നെ പ്ലാസ്റ്റിക് ഇട്ട് മൂടിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ദിവസം കാര്യമായിട്ട് മഴയൊന്നുമില്ല. നമ്മുടെ ബ്രിക്ക് വർക്ക് നടക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ സിറ്റ് ഔട്ടിൻ്റെ റൂഫ് കോൺക്രീറ്റിൻ്റെ വർക്കും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ഏകദേശം സപ്പോർട്ടൊക്കെ റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ കമ്പി കെട്ടണം. കൂടാതെ ഇലക്ട്രിക്കൽ പോയിൻറ്റ്സ് എന്തെങ്കിലും ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ഇപ്പോൾ തന്നെ ചെയ്യണം. കാരണം ഇതൊരു റൂഫ് കോൺക്രീറ്റ് ആണ്. ഇതിൻ്റെ മുകളിൽ വേണ്ട ഇലക്ട്രിക്കൽ പോയിൻറ്റ്സ് ഇപ്പോൾ തന്നെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് നിർബന്ധമാണ്. അപ്പോൾ അന്നത്തെ ദിവസം കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ നമ്മുടെ ബ്രിക്ക് വർക്ക് നടന്നുകൊണ്ടിരുന്നു. മറ്റൊരു സൈഡിൽ നമ്മുടെ കോൺക്രീറ്റിൻ്റെ വർക്ക് അല്ലെങ്കിൽ സപ്പോർട്ട് സിസ്റ്റം റെഡിയാക്കുന്നതും അതേപോലെ കമ്പി കെട്ടുന്നതിൻ്റെയൊക്കെ വർക്ക് നടന്നുകൊണ്ടിരുന്നു. ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുന്നത് എൻ്റെ കസിനാണ്. അപ്പോൾ അവന് അല്പസമയത്തിന് ശേഷം വന്നിട്ട് അവിടെ വേണ്ട പോയിൻറ്റ്സൊക്കെ ഇട്ട് തന്നു. കൂടാതെ ഫാനിൻ്റെ ഹുക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹുക്ക് ഇടണമെങ്കിൽ അതും ഇതിൻ്റെ കൂടെയാണ് ചെയ്യുക. പിന്നെ ഈ കമ്പിയൊക്കെ കവർ ബ്ലോക്ക് വെച്ച് പൊക്കണം, അല്ലാതെ പലകയിൽ തട്ടിയിട്ടല്ല ചെയ്യുക. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് കോൺക്രീറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് അത് കവർ ബ്ലോക്ക് ചെയ്ത് കൃത്യമായിട്ട് ഉയർത്തിയതിന് ശേഷമാണ് ചെയ്യുക. അന്ന് വൈകിട്ട് തന്നെ അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബ്രിക്ക് വർക്ക് നിർത്തി വെച്ചിട്ട് നമ്മൾ സിറ്റ് ഔട്ടിൻ്റെ കോൺക്രീറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഉച്ചവരെ സിറ്റ് ഔട്ടിൻ്റെ സപ്പോർട്ട് സിസ്റ്റം റെഡിയാക്കി ഉച്ച കഴിഞ്ഞ് നമ്മുടെ ബ്രിക്ക് വർക്ക് നിർത്തിവെച്ച് ആ പണിക്കാർ കൂടി നമ്മുടെ കോൺക്രീറ്റിൽ ചേർന്ന് ആ പാർട്ട് ഫുള്ളായിട്ട് കോൺക്രീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ഇവിടെ സിറ്റ് ഔട്ട് കോൺക്രീറ്റിൻ്റെ മുകളിൽ കൂടി ഒരു ബീം വരുന്നുണ്ട്. കാരണം നമ്മുടെ ബ്രിക്ക് വർക്ക് ആ ബീമിൻ്റെ മുകളിൽ കൂടെയാണ് ക്രോസ് ചെയ്ത് പോവുക.
അതുകൊണ്ടാണ് നമ്മളൊരു എക്സ്ട്രാ ബീം അവിടെ സെറ്റ് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ ബീം നമ്മുടെ സിറ്റ് ഔട്ടിൻ്റെ താഴെ വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യാം, മുകളിൽ വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യാം. ഞങ്ങളിവിടെ മുകളിൽ വരുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. കൂടാതെ കാര്യമായിട്ട് മഴയൊന്നും ഇല്ലായിരുന്നു, എങ്കിലും നമ്മുടെ കോൺക്രീറ്റ് മറയ്ക്കാൻ നമ്മുടെ കോൺക്രീറ്റ് മറയ്ക്കാൻ വേണ്ട ഡാർപ്പായി ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മഴ പെയ്യുകയാണെങ്കിൽ ജസ്റ്റ് അത് വലിച്ചിടാൻ വേണ്ടി ആദ്യമേ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ റൂഫ് കോൺക്രീറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ സൈഡിൽ പലക വെച്ചിട്ട് ബീമിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആക്കുകയാണ് ചെയ്യുക. ആദ്യം നമ്മൾ ഒറ്റ ലെവലിൽ മൊത്തമായിട്ട് കോൺക്രീറ്റ് ചെയ്യും, എന്നിട്ട് ആ ബീം വരുന്നിടത്ത് പിന്നീട് പലക വെച്ചിട്ട് അതിനുള്ളിൽ മാത്രം കോൺക്രീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. ഇതിൻ്റെ കൂടെ നമ്മൾ ചെയ്ത മറ്റൊരു വർക്കാണ് നമ്മുടെ സ്റ്റെയറിൻ്റെ വർക്ക് ഇതുവരെ നമ്മൾ ലാൻഡിങ് വരെ മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ മുകളിലോട്ടുള്ള സപ്പോർട്ട് സിസ്റ്റം റെഡിയാക്കി, അതേപോലെ അതിൻ്റെ സ്റ്റീൽ വർക്കും നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മൾ കോൺക്രീറ്റ് ചെയ്യില്ല, ഇത് നമ്മൾ മെയിൻ സ്ലാബിൻ്റെ അല്ലെങ്കിൽ മെയിൻ കോൺക്രീറ്റിൻ്റെ കൂടെയാണ് ഈ പാർട്ട് കോൺക്രീറ്റ് ചെയ്യുക. കൂടാതെ നമ്മുടെ ബ്രിക്ക് വർക്ക്, അതായത് ഫസ്റ്റ് ഫ്ലോർ വരെയുള്ള എല്ലാ ബ്രിക്ക് വർക്കും കഴിഞ്ഞിട്ടുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ റൂഫ് കോൺക്രീറ്റിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൻ്റെ കോൺക്രീറ്റിൻ്റെ അതിനു വേണ്ടിയിട്ടുള്ള വർക്കുകൾ മാത്രമാണ് ഉണ്ടാവുക. അടുത്ത ദിവസം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെ നമ്മുടെ മെയിൻ സ്ലാബിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് സിസ്റ്റം റെഡിയാക്കുകയാണ്. അപ്പോൾ ഇതിന് വേണ്ട സപ്പോർട്ട് സിസ്റ്റം റെഡിയാക്കണം, കൂടാതെ സ്റ്റീൽ വർക്ക് ഉണ്ടാവും. ഈ മെയിൻ സ്ലാബിന് വേണ്ടി ഒരുപാട് ഷീറ്റ് നമ്മൾ യൂസ് ചെയ്യും. ഇത് 1 മീറ്റർ നീളവും 1/2 മീറ്റർ വീതിയുമുള്ള ഷീറ്റാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. കൂടാതെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് സൈഡിൽ 2 ബാൽക്കണി വരുന്നുണ്ട്. അത് 2 പ്രൊജക്റ്റഡ് ആണ്. ആ പ്രൊജക്റ്റഡ് ആയിട്ടുള്ള ബാൽക്കണി ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ബീം കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ചില സ്ഥലത്തെ ബ്രിക്കൊക്കെ റിമൂവ് ചെയ്തിട്ട് അവിടെ ബീം സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കൂടാതെ നമ്മുടെ ബാത്റൂം കുറച്ച് താത്തിയാണ് കോൺക്രീറ്റ് ചെയ്യുക. അതായത് നമ്മുടെ ടോപ്പ് ലെവലിൽ ഒരേ ഹൈറ്റിലായിരിക്കില്ല ബാത്റൂമിൻ്റെ സൈഡിൽ കോൺക്രീറ്റ് വരിക. ഇപ്പോൾ കാണുന്നത് നമ്മുടെ ബാൽക്കണിക്ക് വേണ്ടിയിട്ടുള്ള ബീം സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഒരു ലെവൽ കല്ല് അവിടുന്ന് മാറ്റിയിട്ട് ആ ഒരു സ്ഥലത്ത് നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ബീം പുറത്തോട്ടും പ്രൊജക്റ്റ് ചെയ്യും. അതിൻ്റെ ഒരു 75% നമ്മുടെ നമ്മുടെ വീടിൻ്റെ അകത്തുള്ള ചുമരിലായിരിക്കും നിൽക്കുക. ഇതിൻ്റെ ഒരു ഏകദേശ കണക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാൽക്കണി പുറത്തോട്ടൊരു 1 മീറ്റർ നീളമുണ്ടെങ്കിൽ 2 മീറ്റർ അതിൻ്റെ ബീം നമ്മുടെ അകത്തുണ്ടായിരിക്കണം എന്ന രീതിയിലാണ് സെറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമ്മുടെ ബാൽക്കണി ഏകദേശം 1.5 മീറ്റർ ഉണ്ട്. അപ്പോൾ 3 മീറ്ററിന് പകരം നമ്മുടെ ആ റൂം ഏകദേശം 3.5 മീറ്റർ ഉണ്ട്. ആ 3.5 മീറ്റർ മൊത്തമായിട്ട് നമ്മൾ ബീം കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനത്തെ 3 ബീം നമുക്ക് സെറ്റ് ചെയ്യേണ്ടതുണ്ട്. കാരണം
നമുക്ക് 2 ബാൽക്കണിയാണ് ഉള്ളത്. അതിൻ്റെ 2 സൈഡിൽ നമുക്ക് ബീം കൊടുക്കണം. മറ്റൊരു ബാൽക്കണീൻ്റെ ഒരു സൈഡിൽ നമുക്ക് ബീം കൊടുക്കണം. ഒരു സൈഡ് നമുക്ക് ഓൾറെഡി ഒരു ബ്രിക്കിൻ്റെ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ഇത്തരം ബീമിൻ്റെ വർക്കൊക്കെ അഡീഷണൽ കോസ്റ്റ് വരും. ലേബർ ചാർജ് ഒരുപാട് കൂടാൻ കാരണമാകും. കൂടാതെ മെറ്റീരിയലും ഒരുപാട് കൂടുതൽ വരും. പിന്നെ നമ്മുടെ ബാത്റൂം ഞാൻ പറഞ്ഞു താഴ്ത്തിയാണ് കോൺക്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെയും നമുക്ക് ഒരുപാട് മെറ്റീരിയൽ എക്സ്ട്രാ കോസ്റ്റ് വരും. പിന്നെ നമ്മുടെ റൂമിൻ്റെ നീളവും വീതിയും കൂടുകയാണെങ്കിൽ അപ്പോഴും നമുക്ക് നമ്മുടെ TMT ബാറിൻ്റെ എണ്ണം കൂട്ടേണ്ടി വരും. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന അത്ര മതിയാവില്ല. നമ്മൾ എക്സ്ട്രാ സപ്പോർട്ട് കൊടുക്കേണ്ടി വരും. അതൊക്കെ നമ്മുടെ കോസ്റ്റ് കൂടാനൊരു കാരണമാവും. ഇപ്പോൾ കാണുന്ന പോലെ ഒരു ചാനലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. ഈ ചാനലിൻ്റെ അകത്ത് നമ്മൾ കമ്പി യൂസ് ചെയ്ത് ഒരു ബീം ക്രിയേറ്റ് ചെയ്യും. ആ ബീമിൻ്റെ കുറച്ച് ഭാഗം നമ്മുടെ ബാൽക്കണിയെ സപ്പോർട്ട് ചെയ്യും. ബാക്കി ഭാഗം നമ്മുടെ ബ്രിക്കിൻ്റെ മുകളിൽ നമ്മുടെ കോൺക്രീറ്റിൻ്റെ അടിയിലായിട്ട് നിൽക്കും. അടുത്ത ദിവസം നമ്മുടെ കോൺക്രീറ്റിൻ്റെ വർക്കിൻ്റെ സപ്പോർട്ട് സിസ്റ്റം സെറ്റ് ചെയ്യുന്ന വർക്ക് തന്നെയാണ് തുടർന്നത്. ഈ വർക്ക് 1-2 ദിവസം കൂടി ഉണ്ടാവും. ഇതുവരെ നമ്മുടെ TMT ബാറിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തില്ല. ഇതുവരെ വാങ്ങിയിട്ടില്ല. നമ്മളത് വാങ്ങണം. അപ്പോൾ നമ്മൾ ആദ്യം ഇതുപോലെ ഒരു സപ്പോർട്ട് സിസ്റ്റം റെഡിയാക്കിയതിന് ശേഷം ഇതിൻ്റെ മുകളിലാണ് നമ്മൾ TMT റിങ്ങുകൾ സെറ്റ് ചെയ്യുക. ഈ കാണുന്ന ഹൊറിസോണ്ടൽ ബാറ് നമുക്ക് വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു 3 മീറ്റർ അല്ലെങ്കിൽ 3.5 മീറ്ററൊക്കെ ഉള്ള റൂമിന് ഒരൊറ്റ ബാറ് മതി. അതിന്മേൽ ഒരു ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സിസ്റ്റം ഉണ്ട്. അത് നമുക്ക് ഒരു നിശ്ചിത റേഞ്ചിനുള്ളിൽ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ചെറിയ റൂമിനാണെങ്കിലും വലിയ റൂമിനാണെങ്കിലൊക്കെ മിക്കപ്പോഴും ഒരൊറ്റ ബാറ് മതിയാകും. ഇനി ഈ ബാറിൻ്റെ മുകളിൽ നമ്മൾ ഷീറ്റ് വിരിക്കുകയാണ് ചെയ്യുക. ഇപ്പോൾ ചില പാർട്ടിലൊക്കെ നമ്മൾ ഓൾറെഡി ഷീറ്റ് വിരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഇതുപോലെ ഹൊറിസോണ്ടലായിട്ടുള്ള ബാറ് സെറ്റ് ചെയ്ത് വെക്കും. ബ്രിക്കുള്ള സൈഡിലാണെങ്കിൽ ബ്രിക്കിൻ്റെ മുകളിലായിരിക്കും. അല്ലാത്ത സൈഡിൽ നമ്മുടെ വുഡ് കൊണ്ടുള്ള സപ്പോർട്ട് സിസ്റ്റത്തിൻ്റെ മുകളിലായിരിക്കും ഇത് സെറ്റ് ചെയ്തേക്കുക. ഇവിടെ നമ്മുടെ കിച്ചൺ സൈഡിലൊക്കെ നമുക്ക് കാണാൻ പറ്റും ഓൾറെഡി ഷീറ്റ് വിരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഗ്യാപ്പ് വല്ലതുണ്ടെങ്കിൽ അവിടെ നമ്മൾ പേപ്പർ കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൊണ്ട് മറക്കുകയാണ് ചെയ്യുക. അടുത്ത ദിവസം നമ്മുടെ ഇതേ സപ്പോർട്ട് സിസ്റ്റം റെഡിയാക്കുന്ന വർക്ക് തന്നെയാണ്. മഴ ഇപ്പോൾ കുറച്ച് കുറവുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടില്ലാതെ വർക്ക് നീങ്ങുന്നുണ്ട്. ഇപ്പം നമ്മുടെ ലിവിങ്ങിൻ്റെ മുകളിലൊക്കെ ഷീറ്റ് ഓൾറെഡി വിരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ ചില ബെഡ്റൂമിൻ്റെ മുകളിലും നമ്മൾ ഷീറ്റ് വിരിച്ച് കഴിഞ്ഞു. എന്നാൽ നമ്മുടെ ലിവിങ്ങിൻ്റെ കൂടെ തന്നെ ഡൈനിങ് ഏരിയയിൽ ഒരു ചെറിയ പാസേജ് വരുന്നുണ്ട്. അവിടേക്ക് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇതേപോലെ വുഡ് കൊണ്ട് ഒരു സപ്പോർട്ട് സിസ്റ്റം സെറ്റപ്പ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ഷീറ്റ് വിരിക്കാൻ ഉദ്ദേശിക്കുന്നത്.
കൂടാതെ ഇത്രയും നീളമുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഒരു കൺസീൽഡായിട്ട് എൻ്റെ ഉള്ളിലൊരു ബീം സെറ്റ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. കാരണം ഇത്രയും നീളത്തിൽ നമ്മൾ ബീം കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ ചെറിയ രീതിയിൽ നടക്കുന്ന സമയത്ത് ജെർക്കിങ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ ആ സൈഡിലൊരു കൺസീൽഡായിട്ടുള്ള ഒരു ബീം സെറ്റപ്പ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ ആ ബീം കാണില്ല, അത് നമ്മുടെ കോൺക്രീറ്റിൻ്റെ ഉള്ളിൽ കൂടെ ആയിരിക്കും പോവുക. പക്ഷേ ആ രണ്ട് സൈഡും നമ്മുടെ ബ്രിക്കിൻ്റെ മുകളിൽ സപ്പോർട്ട് എടുക്കും. അതുകൊണ്ട് തന്നെ അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് അവിടെ നിൽക്കും. അടുത്ത ദിവസം നമ്മൾ TMT ബാർ പർച്ചേസ് ചെയ്തു. ഞങ്ങൾ അഗ്നി TMT ബാറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒന്നിച്ച് എടുത്ത് സൈറ്റിൽ കൊണ്ടുവന്ന് ഡെലിവറി ചെയ്യുകയാണ് ചെയ്തത്. നമ്മുടെ സപ്പോർട്ട് സിസ്റ്റത്തിൻ്റെ വർക്ക് ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, എന്നാൽ പൂർണ്ണമായിട്ട് അത് കഴിഞ്ഞിട്ടില്ല. ഇന്ന് നമ്മൾ TMT ബാറിൻ്റെ വർക്ക് കൂടി സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ബാക്കി എവിടെയൊക്കെയാണ് ഷീറ്റ് വിരിക്കാനുള്ളത് അവിടെയൊക്കെ ഷീറ്റ് വിരിച്ചതിന് ശേഷം TMT ബാറിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാനാണ് വിചാരിക്കുന്നത്. ഇനിയുള്ള 1-2 ദിവസം TMT ബാറിൻ്റെ വർക്കായിരിക്കും. ഏകദേശം വൈകുന്നേരം ആയപ്പോഴത്തേന് നമ്മുടെ ഒരു സൈഡിലെ TMT ബാറിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കൂടാതെ നമ്മുടെ സപ്പോർട്ട് സിസ്റ്റം ഏകദേശം പൂർണ്ണമായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് TMT ബാറിൻ്റെ വർക്ക് മാത്രമേ ഉള്ളൂ. ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞ കൺസീൽഡ് ആയിട്ടുള്ള ബീം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള റിങ് അല്ലെങ്കിൽ ബീം ഓൾറെഡി സെറ്റ് ആയിട്ടുണ്ട്. ഇതൊരു ക്രോസ് ആയിട്ടാണ് പോകുന്നത്. കാരണം നമ്മുടെ രണ്ട് സൈഡിൽ ചുമരില്ലാത്ത പാർട്ട് നമുക്കിങ്ങനെ സപ്പോർട്ട് കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ കൺസീൽഡ് ബീം ഒരു ക്രോസ് രീതിയിലാണ് പോകുന്നത്. പക്ഷേ ഒരുപാട് ലോഡ് എടുക്കേണ്ട സിറ്റുവേഷൻ ആണെങ്കിൽ കൺസീൽഡ് ബീം കൊടുക്കുന്നതിനേക്കാൾ നല്ലത് പുറത്ത് കൊടുക്കുന്നതാണ്. കൺസീൽഡ് ബീം ആകുന്ന സമയത്ത് അത്ര ലോഡ് എടുക്കാൻ സാധിക്കില്ല. അപ്പോൾ ഒരുപാട് ലോഡുള്ള സമയത്ത് കൺസീൽഡ് ബീം കൊണ്ട് ചെയ്യരുത്, പകരം നമ്മൾ പുറത്ത് തന്നെ ബീം കൊടുക്കണം. പക്ഷേ ഇവിടെ നമ്മുടെ ലോഡ് വളരെ കുറച്ചാണ്, നമ്മൾ നടക്കുന്ന ലോഡ് മാത്രമേ വരുന്നുള്ളൂ. ബ്രിക്ക് വർക്കൊന്നും ഈ ബീമിൻ്റെ മുകളിൽ കൂടെ പോകുന്നില്ല. അടുത്ത ദിവസം നമ്മുടെ TMT ബാറിൻ്റെ വർക്ക് തന്നെയാണ് കണ്ടിന്യൂ ചെയ്ത്. ഏകദേശം ഒരുവിധ എല്ലാ സ്ഥലവും നമ്മുടെ TMT ബാറിൻ്റെ വർക്ക് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കൂടാതെ മഴയും ശക്തമായിട്ട് പെയ്യുന്നുണ്ട്.
അതുകൊണ്ട് അടുത്ത ദിവസം കോൺക്രീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ഉറപ്പായിട്ടില്ല. ഈ കാണുന്ന ബീമൊക്കെ അല്ലെങ്കിൽ ഈ കാണുന്ന TMT ബാറൊക്കെ നമ്മൾ കവർ ബ്ലോക്ക് ചെയ്ത് ഉയർത്തണം. നമ്മളത് ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് അങ്ങനെ ചെയ്യുക. ഇനി ഇലക്ട്രിക്കൽ വർക്കിൻ്റെ മുൻപായിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പക്ഷേ കവർ ബ്ലോക്ക് നിർബന്ധമായിട്ടും യൂസ് ചെയ്യണം. വൈകുന്നേരമായപ്പോഴത്തിന് മഴ ശക്തമായിട്ടാണ് പെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ നാളെ കോൺക്രീറ്റ് വേണ്ട എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. പകരം തിങ്കളാഴ്ച കോൺക്രീറ്റ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. നമ്മൾ ആദ്യം ശനിയാഴ്ച കോൺക്രീറ്റ് വരുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ മഴ ഉള്ളതുകൊണ്ട് തന്നെ നീട്ടിവെക്കാൻ തീരുമാനിച്ചു. കാരണം ശക്തമായ മഴയുള്ള സമയത്ത് കോൺക്രീറ്റ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നമ്മൾ കവർ ചെയ്യാം എന്ന് വിചാരിച്ചാലും ചിലപ്പോൾ കൃത്യമായിട്ടൊന്നും കവർ ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ വർക്കൊക്കെ ഡിലേ ആവും ചെയ്യും. അപ്പോൾ അങ്ങനെ റിസ്ക് എടുക്കുന്നതിനൊക്കെ നല്ല മഴ ഉണ്ടെന്ന് ഉറപ്പാണെങ്കിൽ നമുക്ക് നീട്ടി വെക്കുന്നതാണ് നല്ലത്. പക്ഷേ എന്നാലും ഒരുപാട് ദിവസം നമുക്ക് ഡിലേ ചെയ്യാൻ പറ്റുകയില്ല. കാരണം ഈ സപ്പോർട്ട് സിസ്റ്റം ഒക്കെ കൊടുക്കുന്നത് വാട്ടർ ലെവൽ സെറ്റ് ചെയ്തിട്ടാണ്. നമ്മൾ കുറച്ച് ദിവസം കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഡീഫോൾട്ടായിട്ട് തന്നെ, അല്ലെങ്കിൽ മഴയുള്ളത് കൊണ്ട് തന്നെ മരങ്ങളൊക്കെ ചിലപ്പോൾ വളയുകയും അതേപോലെ വാട്ടർ ലെവലൊക്കെ തെറ്റാനും സാധ്യതയുണ്ട്. അപ്പോൾ ഒരുപാട് ദിവസം നമുക്ക് ഡിലേ ആക്കാനും പറ്റില്ല. സാധാരണ രീതിയിൽ നമ്മുടെ കൺസീൽഡ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ വർക്ക് നമ്മുടെ കോൺക്രീറ്റിൻ്റെ തലേന്ന് രാത്രിയാണ് ചെയ്യുക. പക്ഷേ ഇവിടെ നാളെ വർക്കില്ലാത്തതുകൊണ്ടും അതേപോലെ നല്ല മഴയുള്ളതുകൊണ്ട് തന്നെ നമ്മൾ നാളെ ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യാനാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം രാവിലെ നമ്മുടെ ഇലക്ട്രിക്കൽ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ഇന്നും നല്ല ശക്തമായിട്ട് തന്നെ മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കൊക്കെ വർക്ക് നിർത്തി വെച്ചിട്ടാണ് നമ്മുടെ ഇലക്ട്രിക്കൽ വർക്കും ചെയ്തത്.
ഈ ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു ഇലക്ട്രിക്കൽ ലേഔട്ട് അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക്കലിൻ്റെ പ്ലാൻ ഉണ്ടാക്കുന്നത് നല്ലതാണ്. അതായത് നമ്മുടെ ഏതൊക്കെ റൂമിൽ ഏതൊക്കെ പ്ലഗ് പോയിൻ്റ് വേണം, അതേപോലെ മറ്റെന്തൊക്കെ സൗകര്യങ്ങൾ വേണം എന്നൊക്കെ ആദ്യമേ ഒരു പ്ലാൻ ഉണ്ടാക്കി വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു ഇലക്ട്രിക്കൽ ലേഔട്ടിൻ്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ വർക്ക് പോകുന്നത്. കൂടാതെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഫാൻ ഒരിക്കലും റൂമിൻ്റെ സെൻട്രലായിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ പ്രത്യേകിച്ച് ബെഡ്റൂമൊക്കെ ആണെങ്കിൽ ആ ബെഡ് വരുന്ന സ്ഥലത്തേക്ക് അടുപ്പിച്ചിട്ട് ഫാൻ ഫിറ്റ് ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലത്. അതേപോലെ ലിവിങ് ഏരിയ ആണെങ്കിൽ നമ്മുടെ സോഫയൊക്കെ വരുന്നതിന് ഏകദേശം അടുത്തായിട്ട് വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യുന്നതാണ് നല്ലത്. അല്ലാതെ ഒരിക്കലും റൂമിൻ്റെ സെൻറ്ററിൽ തന്നെ വേണമെന്ന് വാശി പിടിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ നേരെ മുഖത്തേക്ക് ഫാനിൻ്റെ കാറ്റടിക്കുന്ന രീതിയിലും സെറ്റ് ചെയ്യരുത്. ബെഡിനൊക്കെ നേരെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കാലിൻ്റെ പാർട്ടിലൊക്കെ ഫാൻ വരുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ 2 ദിവസത്തെ ഇലക്ട്രിക്കൽ വർക്കിന് ശേഷം നമ്മൾ 2-ാം തീയതി നമ്മുടെ കോൺക്രീറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഈ കോൺക്രീറ്റിൻ്റെ അന്ന് രാവിലെ മഴ കുറച്ച് കുറവുണ്ട്. നമുക്ക് കാലാവസ്ഥ പ്രഡിക്ഷനൊക്കെ യൂസ് ചെയ്തിട്ട് ഏകദേശം മഴ കുറയുമോ അല്ലെങ്കിൽ ശക്തമായിട്ട് മഴ പെയ്യുമോ എന്നൊക്കെ ആദ്യമേ ചെക്ക് ചെയ്തിട്ട് നമ്മുടെ വർക്ക് സെറ്റ് ചെയ്യുന്നതാണ് നല്ലത്. ഇന്ന് മഴ പെയ്യും എന്നാണ് റിപ്പോർട്ട്, എങ്കിലും മഴ കുറച്ച് കുറവുണ്ടാവും എന്നാണ് പറയുന്നത്. കഴിഞ്ഞ 2 ദിവസത്തെ അപേക്ഷിച്ച് മഴ കുറവുണ്ടാവും എന്നാണ് പറയുന്നത്. നമ്മുടെ കോൺക്രീറ്റ് താഴ്ന്ന് കൂട്ടിയിട്ട് ഈ സ്റ്റെയർ യൂസ് ചെയ്തിട്ട് നമ്മളിവിടെ കൊണ്ടുവന്ന് തട്ടുകയാണ് ചെയ്യുന്നത്. ഇത്രയും ദൂരത്ത് നിന്ന് നമ്മുടെ കോൺക്രീറ്റ് കൊണ്ടുവരുന്നത് കൊണ്ട് തന്നെ ഒരുപാട് അഡീഷണൽ ലേബേഴ്സ് നമുക്ക് ആവശ്യമായിട്ട് വരും. കൂടാതെ മെയിൻ കോൺക്രീറ്റ് അന്ന് നിർബന്ധമായിട്ടും വൈബ്രേറ്റർ യൂസ് ചെയ്യണം. അതായത് മെയിനായിട്ട് ഇത്രയും വലിയ കോൺക്രീറ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ടും വൈബ്രേറ്റർ യൂസ് ചെയ്യണം. അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എയർ ബബിൾസ് കൊടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ സൈറ്റിൽ നിർബന്ധമായിട്ടും കറണ്ട് വേണം. ഇനി കറണ്ട് പോകാൻ സാധ്യതയുണ്ടെങ്കിൽ നമ്മുടെ പെട്രോളൊക്കെ യൂസ് ചെയ്യുന്ന ഇത്തരം വൈബ്രേറ്ററുകൾ കിട്ടും, അത് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. കൂടാതെ ഇതേ ദിവസം തന്നെ നമ്മുടെ സ്റ്റെയറിൻ്റെ കോൺക്രീറ്റും നമ്മൾ ചെയ്യുന്നുണ്ട്. സ്റ്റെയറിൻ്റെ കോൺക്രീറ്റ് ഈ കോൺക്രീറ്റിൻ്റെ സപ്പോർട്ടോടുകൂടിയാണ് നിൽക്കുക. അതായത് സ്റ്റെയറിൻ്റെ ടോപ്പ് നമ്മുടെ മെയിൻ കോൺക്രീറ്റിൻ്റെ സപ്പോർട്ടിലാണ് നിൽക്കുക. നമ്മൾ ആദ്യം കോൺക്രീറ്റ് ചെയ്ത് നമ്മുടെ ബാത്റൂം ഏരിയകളാണ്. കാരണം അത് കുറച്ച് താന്നിട്ടാണ് കോൺക്രീറ്റ് ചെയ്യുക. ഇതിനെ സംഗം ഫ്ലോർ എന്നാണ് പറയുക. ഈ പാർട്ട് നമ്മൾ ആദ്യം കോൺക്രീറ്റ് ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ 1-2 മണിക്കൂർ കഴിയുമ്പോൾ ഈ പാർട്ട് ഉണങ്ങും. അപ്പോൾ നമ്മുടെ മെയിൻ കോൺക്രീറ്റിൻ്റെ കൂടെ വീണ്ടും ഈ പാർട്ടിൽ ഒരു കോൺക്രീറ്റും കൂടി വരും. അങ്ങനെ ഈ പാർട്ടിൽ ശരിക്കും 2 കോൺക്രീറ്റ് വരും. അതായത് ഈ ബാത്റൂമിൻ്റെ 4 സൈഡിലും നമുക്ക് 2 കോൺക്രീറ്റ് വരും. കൂടാതെ ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടുന്ന് വേസ്റ്റ് വെള്ളം പോകാൻ വേണ്ട പൈപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചാക്കോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് അതിന് വേണ്ട ഒരു സൗകര്യം ഒരുക്കണം. അത് ഒരിക്കലും വിട്ടുപോകരുത്. അങ്ങനെ വിട്ടുകഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഡ്രില്ല് ചെയ്തിട്ട് അത് പൊളിച്ചെടുക്കേണ്ടി വരും. ഇപ്പോൾ പലകയിൽ കാണുന്ന ഓട്ട നമ്മളങ്ങനെ പൈപ്പ് വെക്കാൻ വേണ്ടി സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് പൈപ്പ് വെക്കാൻ വേണ്ടി ഇങ്ങനെ മുറിച്ച് പൂർണ്ണമായിട്ട് ഒരു ഓട്ട ആക്കിയിട്ട് വെക്കാം. അല്ലെങ്കിൽ ജസ്റ്റ് ആ ഒരു പൈപ്പ് വരുന്ന അല്ലെങ്കിൽ കോൺക്രീറ്റ് വരുന്ന ഭാഗത്ത് മാത്രമായിട്ട് ഉള്ളിൽ മാത്രമായിട്ട് വേണമെങ്കിൽ അങ്ങനെയും സെറ്റ് ചെയ്യാം. കൂടാതെ ഇത്തരം പൈപ്പ് വെക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ കോൺക്രീറ്റ് വന്ന് അടയാതിരിക്കാൻ നമുക്ക് വല്ല പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ പേപ്പറൊക്കെ നിറയ്ക്കുന്നത് നല്ലതാണ്. നമ്മുടെ 2 ബാത്റൂമിൻ്റെ സൈഡിലും ഇതേപോലെ നമ്മൾ താത്തിയാണ് വാർത്തിരിക്കുന്നത്. ആ 2 സൈഡിലും നമ്മൾ പൈപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഈ പൈപ്പ് നമ്മൾ യൂസ് ചെയ്യില്ല. ഈ പൈപ്പ് നമ്മൾ മാറ്റി അവിടെ ഡ്രിൽ ചെയ്ത് മറ്റൊരു പൈപ്പാണ് ഫിറ്റ് ചെയ്യുക.
അത് ആ സമയത്ത് പ്ലംബിംഗ് വർക്ക് നടക്കുന്ന സമയത്താണ് അങ്ങനെ ചെയ്യുക. പക്ഷേ ഒരുപാട് കുത്തിപ്പൊളി ഒഴിവാക്കാൻ നമുക്ക് ആദ്യമേ ഇങ്ങനത്തെ പൈപ്പ് ഇട്ട് വെക്കുന്നതാണ് നല്ലത്. ഇപ്പം നമ്മുടെ താഴത്തെ കോൺക്രീറ്റ് ഏകദേശം, അതായത് ബാത്റൂമിൻ്റെ കോൺക്രീറ്റ് ഏകദേശം ഉണങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ ശേഷം നമ്മൾ ഈ പലക വെച്ചിട്ട് അടുത്ത ലെവലിലോട്ട് കോൺക്രീറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പലക അടിച്ചു വന്ന് അത് ആ സൈഡിൽ വെച്ച് അവിടെ കോൺക്രീറ്റ് ചെയ്ത് ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുക. നമ്മുടെ കോമൺ ബാത്റൂം സ്റ്റെയറിൻ്റെ ലാൻഡിങ്ങിലാണ്. മുകളിലോട്ട് അവിടെ ബാത്റൂം വരാത്തതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ അതേ ഫ്ലോറിൻ്റെ ഹൈറ്റിലാണ് കോൺക്രീറ്റ് ചെയ്യുന്നത്. എന്നാൽ 2 ബെഡ്റൂമിൻ്റെയും ബാത്റൂം താഴ്ത്തിയാണ് കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത്. ഇന്നും ചെറിയ രീതിയിൽ മഴ പെയ്തു. അപ്പോൾ മഴ നനയാക്കാൻ വേണ്ടി നമ്മൾ ഓൾറെഡി നമ്മുടെ ടാർപ്പ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വിരിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നാലും ശക്തമായ മഴയൊന്നും ഇല്ലായിരുന്നു. കൂടാതെ നമ്മുടെ സ്റ്റെയറിൻ്റെ കോൺക്രീറ്റും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സ്റ്റെയറിൻ്റെ കോൺക്രീറ്റ് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഫ്ലോർ കോൺക്രീറ്റ്, നമ്മുടെ റൂഫ് കോൺക്രീറ്റിൽ വന്ന് മുട്ടുകയാണ് ചെയ്യുക. നമ്മുടെ കോൺക്രീറ്റ് വർക്ക് ഏകദേശം കഴിയാനായിട്ടുണ്ട്. ഇനി കുറഞ്ഞ സ്ഥലത്ത് മാത്രമേ കോൺക്രീറ്റ് ചെയ്യാനുള്ളൂ. ഏകദേശം വൈകുന്നേരം ഒരു 4 മണിയൊക്കെ ആയപ്പോൾ നമ്മുടെ കോൺക്രീറ്റ് ഏകദേശം പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ചില സ്ഥലത്ത് മാത്രമേ നമ്മൾ ഈ ടാർപ്പ വിരിച്ചിട്ടുള്ളൂ. കാരണം അത് മഴ പെയ്ത സമയത്ത് വിരിച്ചതാണ്. ബാക്കി സ്ഥലത്ത് നമ്മൾ വിരിച്ചില്ല. കാരണം ആ പാർട്ട് മഴ പെയ്യാണെങ്കിൽ വിരിക്കുക എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്താണ്. 1-2 മണിക്കൂറായതിനു ശേഷം മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ വിരിച്ചില്ല. ഇനിയിപ്പോൾ രാത്രി മഴ പെയ്താലും കുഴപ്പമില്ല എന്നാണ് കേട്ടത്. ഇനിയുള്ള 10-15 ദിവസം നമ്മൾ കൃത്യമായിട്ട് നനയ്ക്കണം. നമുക്ക് മഴയുള്ളതുകൊണ്ട് തന്നെ ഒരുപാട് സമയമൊന്നും നനയ്ക്കാൻ വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ചില സമയത്ത് മഴയില്ലാത്ത സമയം നോക്കി നമ്മൾ നനച്ചു കൊടുക്കുകയാണ് ചെയ്ത്. ബാക്കിയുള്ള സമയത്ത് മഴവെള്ളം മാത്രമാണ് നനയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്ത്. കൂടാതെ അടുത്ത ദിവസം തന്നെ ചില സപ്പോർട്ടുകൾ ആ സൈഡിൽ വരുന്ന പലകൊക്കെ എടുത്ത് മാറ്റി ആ സാധനങ്ങളൊക്കെ മറ്റൊരു സൈറ്റിലോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്ത്. കൂടാതെ നമ്മൾ ഒരു ബണ്ട് കെട്ടുകയാണ് ചെയ്യുക. മെയിൻ കോൺക്രീറ്റിന് അല്ലെങ്കിൽ മെയിൻ കോൺക്രീറ്റിൻ്റെ സൈഡിലൊക്കെ ഒരു ബണ്ട് കെട്ടി അതിനകത്ത് വെള്ളം നിറച്ച് വെക്കുകയാണ് ചെയ്യുക. ഇങ്ങനെ ഒരു 10-14 ദിവസത്തോളം നമ്മൾ നിറച്ച് വെക്കും. ഇതിൻ്റെ കൂടെ തന്നെ മുകളിലോട്ട് പടവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നമ്മൾ ഓപ്പൺ ടെറസുമായിട്ട് ഭിത്തി പങ്കിടുന്ന ഏരിയയിലൊക്കെ നമ്മൾ ഒരു ഗർബ് സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് വെള്ളം അകത്തോട്ട് വരാക്കാൻ വേണ്ടി കോൺക്രീറ്റിൻ്റെ ഒരു ചെറിയ ലിൻഡൽ പോലത്തെ ഒരു ഗർബ് സെറ്റ് ചെയ്തൊക്കെയാണ് ചെയ്യുന്നത്. ഇനി അടുത്ത ബ്രിക്ക് വർക്ക് വേണമെങ്കിൽ നമുക്ക് 2-3 ദിവസം കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ ഞങ്ങളൊരു വീക്ക് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്ര മാത്രമേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് കവർ ചെയ്തത് ലിൻഡലും തൊട്ട്
മുകളിലോട്ടുള്ള ബ്രിക്ക് വർക്കും അതേപോലെ മെയിൻ കോൺക്രീറ്റും അതേപോലെ ഇലക്ട്രിക്കൽ വർക്കിൻ്റെ ഡീറ്റെയിൽസാണ് കവർ ചെയ്ത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇതുപോലെ വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.